യുദ്ധഭീതിക്കിടയിലും അതിജീവനത്തിന്റെയും പ്രത്യാശയുടെയും അടയാളമായി ലെബനനിൽ കൂറ്റൻ ക്രിസ്തു പ്രതിമ ഉയരുന്നു. കിഴക്കൻ ലെബനനിലെ ബെക്ക താഴ്വരയിലുള്ള ക്വാ പട്ടണത്തിലാണ് ബ്രസീലിലെ വിഖ്യാതമായ ക്രൈസ്റ്റ് റിഡീമർ എന്ന ക്രിസ്തു രൂപത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ മഹാ അത്ഭുതം നിർമ്മിക്കുന്നത്. രൂപത്തിന്റെ ഭൂരിഭാഗം പണികളും പൂർത്തിയായതിനാൽ വളരെ പ്രതീക്ഷയോടെയാണ് ലെബനനിലെ ക്രൈസ്തവർ ഇത് നോക്കിക്കാണുന്നത്. സിറിയൻ അതിർത്തിക്കടുത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. കിലോമീറ്ററുകളോളം അകലെ നിന്നും സിറിയൻ മണ്ണിൽ നിന്ന് പോലും ഈ പ്രതിമ ദൃശ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മേഖലയിൽ ഇസ്രായേൽ ബോംബാക്രമണങ്ങളും സുരക്ഷാ ഭീഷണികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും രൂപത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരടി പോലും പിന്നോട്ടു പോയില്ല എന്നത് പ്രദേശവാസികൾ ഒരു വലിയ അത്ഭുതമായാണ് കണക്കാക്കുന്നത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും മുറുകെ പിടിക്കുന്ന ലബനീസ് ജനതയുടെ നിശ്ചയദാർഢ്യമാണ് ഈ പ്രതിമ എന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഹരീസയിലെ അവർ ലേഡി ഓഫ് ലെബനൻ, ഹമനയിലെ സെന്റ് ചാർബർ പ്രതിമ, ഇവയ്ക്ക് ശേഷം ലെബനനിലെ ക്രിസ്തീയ സാന്നിധ്യത്തിന്റെ കരുത്തുറ്റ അടയാളമായി ഈ പുതിയ ക്രിസ്തു പ്രതിമ മാറും. പ്രതിമയ്ക്ക് മാത്രം 15 മീറ്റർ ഉയരമുണ്ട്. 5 മീറ്റർ ഉയരമുള്ള അടിത്തറയ്ക്ക് മുകളിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പള്ളി ഉൾപ്പെടെ ഏകദേശം 23 മീറ്ററോളം ഉയരമുണ്ട്. കഠിനമായ കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ സ്റ്റീൽ ഫ്രെയിം, മോൾഡഡ് സെർഫോം, ഫൈബർ ഗ്ലാസ് റെസിൻ കോട്ടിംഗ് എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അൽഗ നഗരത്തിലെ ജനങ്ങൾ സുരക്ഷിതരാണെന്നും ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും ഈ രൂപം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് എഞ്ചിനീയർ ജോയി മാറ്റർ പങ്കുവച്ചു. 2023 ഓഗസ്റ്റിൽ ആസൂത്രണം ചെയ്ത ഈ പദ്ധതി പ്രമുഖ മനുഷ്യസ്നേഹിയായ ഫാദി ഏലിയാസ് അവദാന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് യാഥാർത്ഥ്യമായത്. തങ്ങളുടെ നാടിനെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തോടും വിശുദ്ധ ഏലിയാസ്, വിശുദ്ധ ഗീവർഗീസ്, പരിശുദ്ധ കന്യകാമറിയം എന്നിവരുടെ മധ്യസ്ഥതയോടുമുള്ള നന്ദി സൂചകമായാണ് നാട്ടുകാർ ഈ പദ്ധതിയെ കാണുന്നത്. രാജ്യം നേരിടുന്ന സുരക്ഷാ ഭീഷണികൾക്കിടയിലും ക്രിസ്തുവിന്റെ ഇത്രയും ഉയരത്തിലുള്ള പ്രതിമ നിർമ്മിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ആത്മീയ വിജയമായാണ് ലബനീസ് ജനത കരുതുന്നത്. വിശ്വാസം നിലനിൽക്കുമെന്നും ഇരുട്ടിനെ വെളിച്ചം കീഴടക്കുമെന്നും ദൈവത്തിന്റെ സംരക്ഷണം എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടെന്നും ഈ പ്രതിമ ലോകത്തോട് വിളിച്ചു പറയുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധബാധിത പ്രദേശങ്ങളിലുള്ള സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ വിശ്വാസികൾ പങ്കുവെക്കുന്നത്.